വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ടു എവരി ബ്രിട്ടൺ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അഹിംസയുടെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ജനതയെ അഭിസംബോധന ചെയ്ത് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. നമ്മളിവിടെ നിങ്ങൾക്ക് എസ്സേ ആയിട്ടും പാരഗ്രാഫ്സ് ആയിട്ടും ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഒരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിൻ്റെ സമ്മറി നോക്കാം. Gandhi appeals to every Briton to adopt non-violence instead of war as a way to resolve conflicts between nations. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് യുദ്ധത്തിന് പകരം അഹിംസയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ജനതയോട് ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നങ്ങളുള്ള രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ യുദ്ധത്തിന് പകരം അഹിംസയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധി ബ്രിട്ടീഷ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ഹി പോയിന്റ്സ് ഔട്ട് ദാറ്റ് ബ്രിട്ടീഷ് ലീഡേഴ്സ് ഹാവ് ക്ലെയിംഡ് ദിസ് വാർ ഈസ് ഫോർ ഡെമോക്രസി, ബട്ട് ഹി ബിലീവ്സ് ദാറ്റ് വാർ വിൽ അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ് ഡെമോക്രസി ഇറ്റ്സെൽഫ്. അപ്പോൾ ബ്രിട്ടീഷ് നേതാക്കന്മാർ, അവിടുത്തെ ഭരണാധികാരികൾ ഈ യുദ്ധം ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ന്യായീകരണമാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടൻ യുദ്ധം ചെയ്യുന്നത് ജർമ്മനിയോടാണ്, ഇറ്റലിയോടാണ്. അതായത് ഈ നാസി ഫാസിസ്റ്റ് സഖ്യകക്ഷികളായിട്ടുള്ള ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും സൈന്യങ്ങളോടാണ് ഇവിടെ ബ്രിട്ടൻ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവരുടെ ന്യായീകരണം പറയുന്നത്. ഈ ഫാസിസത്തിനെതിരാണ്, നാസിസത്തിനെതിരാണ് നമ്മൾ പോരാടുന്നത്, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം എന്നാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പറയുന്നത്. അപ്പോൾ ഗാന്ധി അതിനെ വിമർശിക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, യുദ്ധം തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഗാന്ധി പറയുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ദ വാർ ആസ് എ കേഴ്സ് ഓൺ ഹ്യൂമാനിറ്റി because of the unprecedented level of brutality and loss of distinction between combatants and non-combatants. അപ്പോൾ മാനവികതയുടെ ഒരു ദുരന്തമായിട്ടാണ് ഗാന്ധി യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ചരിത്രത്തിൽ അന്നോളം ഇല്ലാത്ത നാശനഷ്ടങ്ങളാണ് ആ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല കോമ്പാറ്റൻസ് ആൻഡ് നോൺ കോമ്പാറ്റൻസ്, സാധാരണ യുദ്ധത്തിനകത്ത് സൈനികരാണ് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം എന്നുണ്ടെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ കാണുന്നത് സൈനികരെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെ മാനവികതയുടെ ഒരു ദുരന്തം എന്നുള്ള രീതിയിൽ ഗാന്ധി വിലയിരുത്തുന്നു. ഗാന്ധി emphasizes that the war has brought immense suffering and devastation. അപ്പോൾ ഈ യുദ്ധം വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് കൊണ്ടുവന്നിട്ടുള്ള കാര്യം ഗാന്ധി സൂചിപ്പിക്കുന്നു. വൈപ്പിംഗ് ഔട്ട് സ്മോൾ നാഷണാലിറ്റീസ്, യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഈ സഖ്യകക്ഷികൾ പല രാജ്യങ്ങളെയും പിടിച്ചടക്കുകയും അങ്ങനെ പല രാജ്യങ്ങൾ തന്നെ ഇല്ലാതാവുകയും അതുപോലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദുരിതങ്ങളും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഗാന്ധി സൂചിപ്പിക്കുന്നു. He interprets this war as a warning for humanity to change its ways before further degrading itself. അപ്പോൾ യുദ്ധത്തെ ഗാന്ധി ഒരു വാണിംഗ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ രീതിയിൽ മാനവരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വൻ ദുരന്തങ്ങളാണ് മനുഷ്യർ നേരിടേണ്ടി വരിക. അതുകൊണ്ട് അഹിംസയുടെ മാർഗത്തിലേക്ക് ലോകം മാറാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഗാന്ധി പറയുന്നത്. ഗാന്ധി confesses that although he saw this warning early on, it took him time to gather the courage to speak out. അപ്പോൾ ഗാന്ധി പറയുന്നത് യുദ്ധം ഇത്ര ഗുരുതരമാവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അപകട സൂചന ഗാന്ധി മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഈ യുദ്ധത്തിനെതിരായിട്ട് സംസാരിക്കാനുള്ള ധൈര്യം ഗാന്ധിക്ക് ഇപ്പോൾ മാത്രമാണ് സംഭരിക്കാനായത് എന്നാണ് ഗാന്ധി പറയുന്നത്. ഗാന്ധി urges the British to end the war, not out of exhaustion, but because war is inherently evil. അപ്പോൾ ഗാന്ധി ബ്രിട്ടീഷുകാരോട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതവർ ക്ഷീണിതരായതുകൊണ്ടോ അവർ ദുർബലരായതുകൊണ്ടോ അല്ല, മറിച്ച് യുദ്ധം എന്ന് പറയുന്നത് ഒരു പാപമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഗാന്ധി ബ്രിട്ടീഷുകാരോട് പറയുന്നത്. ഹി ക്രിട്ടിസൈസസ് ദെയർ ഗോൾ ഓഫ് ഡിഫീറ്റിംഗ് നാസിസം, arguing that adopting the same violent methods makes them no better than their enemies. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ബ്രിട്ടീഷുകാരുടെ ന്യായീകരണം എന്ന് പറയുന്നത് അവർ യുദ്ധം ചെയ്യുന്നത് ഹിറ്റ്ലർക്കെതിരെയാണ്, നാസികൾക്കെതിരെയാണ്. അപ്പോൾ ഗാന്ധി പറയുന്നത് നാസികൾക്കെതിരെയാണെങ്കിൽ പോലും യുദ്ധം എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല. കാരണം നാസികൾ ചെയ്യുന്നത് ക്രൂരതകളാണ്, യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ ചെയ്യുന്നതും ക്രൂരതകളാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല, അത് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഗാന്ധി പറയുന്നത്. He stresses that no cause, however just, can justify the ongoing mass slaughter. അപ്പോൾ ഗാന്ധി അത് തുടരുകയാണ്.
ഇപ്പോൾ നാസിസത്തെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തുക എന്നുപോലുള്ള എത്ര നീതിയുക്തമായിട്ടുള്ള കാരണമാണെങ്കിൽ തന്നെയും യുദ്ധം ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തെ എത്ര നീതിയുക്തമായിട്ടുള്ള കാരണം കൊണ്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. Gandhi clarifies that he does not wish for Britain to be defeated, but neither does he support a victory won through brute force. അപ്പോൾ ഗാന്ധി അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നതുകൊണ്ട് ബ്രിട്ടൻ പരാജയപ്പെടണം എന്നല്ല ഗാന്ധി ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ അക്രമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിജയത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഗാന്ധിക്ക് കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. He questions whether Britain should compete with the Nazi Germany in ruthlessness and destruction. അപ്പോൾ ഈ നാസി ജർമ്മനിയുടെ ഈ ഡിസ്ട്രക്ഷൻ ആൻഡ് റൂത്ത്ലെസ്നെസ്, അവര് ഈ അക്രമവും അതുപോലെ തന്നെ നശീകരണ പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ മാർഗത്തിൽ തന്നെ അവർക്കെതിരെ തിരിച്ചടിക്കുന്നതിനെയാണ് ഗാന്ധി അവിടെ ചോദ്യം ചെയ്യുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഗാന്ധി അവിടെ പറയുന്നത്. ഇൻസ്റ്റെഡ് ഹി പ്രപ്പോസസ് എ മോർ നോബിൾ ആൻഡ് ബ്രേവ് പാത്ത്, ഫൈറ്റിംഗ് നാസിസം വിത്തൗട്ട് വയലൻസ്. അപ്പോൾ ഗാന്ധിയുടെ ഈ ഫിലോസഫിയിൽ നമുക്കറിയാം, ഈ അഹിംസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഗാന്ധിയുടെ സജസ്റ്റ് ചെയ്യുന്നത്. ഈ നാസിസത്തിനെതിരെ, ഹിറ്റ്ലർക്കെതിരെ നോൺ വയലൻസിലൂടെ, ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെയാണോ അഹിംസയിലൂടെ പോരാടിയത്, അതുപോലെ ബ്രിട്ടീഷുകാരോട് ഈ ഹിറ്റ്ലർക്കെതിരെ, നാസികൾക്കെതിരെ നോൺ വയലൻസിലൂടെ, അഹിംസയിലൂടെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്. ഗാന്ധി അഡ്വക്കേറ്റ്സ് ദാറ്റ് ബ്രിട്ടൻ ഷുഡ് ലേ ഡൗൺ ഇറ്റ്സ് ആർംസ് ആൻഡ് ഓഫർ നോൺ വയലന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഗാന്ധി പറയുന്നത് ബ്രിട്ടൻ അവരുടെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് അഹിംസയുടെ മാർഗത്തിലുള്ള സമരത്തിലേക്ക് വരണമെന്നാണ്. He suggests that if Hitler or Mussolini invades, the British should surrender their physical possessions but never their minds or souls. അപ്പോൾ ഗാന്ധി പറയുന്നത്, ഈ ഹിറ്റ്ലറോ മുസോളിനിയോ ബ്രിട്ടനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് അധിനിവേശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് അതിനെ അക്രമം കൊണ്ട് നേരിടാതെ, ഞങ്ങളുടെ ഭൂമിയോ ഞങ്ങളുടെ വസ്തുക്കളോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ ഞങ്ങളുടെ ആത്മാവും മനസ്സും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അതിനെ നേരിടണം എന്നാണ് ഗാന്ധി അവിടെ സൂചിപ്പിക്കുന്നത്. They should peacefully vacate their homes if necessary, but refuse to pledge allegiance to their oppressors, even at the cost of their lives. അപ്പോൾ ഗാന്ധി പറയുന്നത്, അവർ വീടുകൾ തട്ടിയെടുക്കുക, ഭൂമി തട്ടിയെടുക്കുക, അതിനുള്ള അധിനിവേശം നടത്തുകയാണ്, അതിനെ അക്രമത്തിലൂടെ നേരിടരുത്, മറിച്ച് അവരുടെ ഭാഗമാവരുത് എന്നാണ് ഗാന്ധി പറയുന്നത്. അതായത് ഗാന്ധിയുടെ അഹിംസയുടെ കൂടെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു സമരമാർഗമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ രീതിയിൽ ഈ ജർമ്മൻസും അതുപോലെ തന്നെ ഇറ്റാലിയൻസും ഈ ഹിറ്റ്ലറും മുസോളിനിയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ, അവരുടെ നിയമങ്ങൾ അനുസരിക്കാതെ അത്തരത്തിലുള്ള ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ അവരെ എതിർക്കണം എന്നാണ് ഗാന്ധി ബ്രിട്ടീഷുകാരോട് പറയുന്നത്. ഗാന്ധി ഡിഫെൻസ് ഹിസ് പ്രപ്പോസൽ ബൈ എംഫസൈസിങ് ഹിസ് ഓൺ ലൈഫ് ലോങ് എക്സ്പീരിയൻസ് പ്രാക്ടീസിങ് നോൺ വയലൻസ്. അടുത്തതായിട്ട് ഗാന്ധി പറയുന്നത്, താനീ പറയുന്നതെല്ലാം തന്നെ ഒരു ജീവിതകാലം മുഴുവൻ അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ചതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് എന്ന രീതിയിലാണ്. He asserts that non-violence has never failed in any situation. അദ്ദേഹം പറയുന്നു, ഈ അഹിംസയുടെ മാർഗം ഒരു തവണ പോലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. Where it was sincerely applied and that any perceived failure was due to his own imperfection. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ശരിയായ രീതിയിൽ അഹിംസ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ, അഹിംസാ മാർഗത്തിലുള്ള സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിജയം ഉറപ്പാണ്. ഇനി അത് വിജയിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് അഹിംസയുടെ കുഴപ്പം കൊണ്ടല്ല, ആ മാർഗത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് നടപ്പിലാക്കിയ രീതിയുടെയും നടപ്പിലാക്കിയ ആളുകളുടെയും പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നോട്ട് ദ മെത്തേഡ് ഇറ്റ്സെൽഫ്. ഇങ്ങനെ പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഒരു ലേഖനം എഴുതുന്ന സമയത്ത് 1940 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി അഹിംസയുടെ പാതയിൽ കുറെ നാളുകളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഗാന്ധിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സമയത്താണ് ഗാന്ധി അഹിംസയുടെ ഈ ഒരു മാർഗം ഒരിക്കലും പരാജയപ്പെടാത്ത ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഗാന്ധി ഈ തരത്തിൽ അതിനെ ന്യായീകരിക്കുന്നത്. അതായത് ഈ അഹിംസയുടെ മാർഗം ഒരിക്കലും പരാജയപ്പെടുന്നില്ല, അതിന് പരാജയമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് അത് നടപ്പിലാക്കുന്ന രീതി കൊണ്ടും നടപ്പിലാക്കുന്ന ആളുകളുടെയും കുറവുകൾ കൊണ്ടാണ് എന്ന രീതിയിലാണ് ഗാന്ധി അതിനെ ന്യായീകരിക്കുന്നത്. ഗാന്ധി വ്യൂസ് നോൺ വയലൻസ് ആസ് എ പാത്ത് ടു ട്രൂത്ത് വിച്ച് ഹി ഇക്വേറ്റ്സ് വിത്ത് ഗോഡ്. അടുത്തതായിട്ട് ഗാന്ധിയുടെ ഫിലോസഫിയുടെ മറ്റൊരു ഭാഗമായിട്ടുള്ള ട്രൂത്ത്, സത്യം, സത്യാന്വേഷണ പരീക്ഷകൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഗാന്ധി ഈ അഹിംസയെ സത്യവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ഗാന്ധിയെ സംബന്ധിച്ച് സത്യം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണ്. അങ്ങനെ ഈ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന, സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഗാന്ധിയുടെ ഈ നോൺ വയലൻസിനെ കാണുന്നത്.
Gandhi stresses that his appeal is driven by love for British people, not hatred. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന്റെ കോംപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഗാന്ധി ഒരു വശത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹിംസയുടെ മാർഗത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഗാന്ധി ബ്രിട്ടീഷുകാർ അവിടെ ഹിറ്റ്ലർക്കെതിരെ യുദ്ധം ചെയ്യുന്നു, ബ്രിട്ടീഷുകാരോട് അഹിംസയുടെ മാർഗം ഉപദേശിക്കുന്നത്. അപ്പോൾ ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ ഈ അഹിംസയുടെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടൻ ആ യുദ്ധത്തിൽ തോറ്റോട്ടെ എന്ന് കരുതിയിട്ട് അല്ല ഇതൊന്നും പറയുന്നത്, വെറുപ്പ് കൊണ്ടല്ല പറയുന്നത്, മറിച്ച് ബ്രിട്ടനിലെ ആളുകളോടുള്ള സ്നേഹം കൊണ്ടാണ് താങ്കൾ പറയുന്നത് എന്നുള്ള കാര്യം ഗാന്ധി അവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഡിസ്പൈറ്റ് ഹിസ് ഒപ്പോസിഷൻ ടു ബ്രിട്ടീഷ് എംപീരിയലിസം ഹി സ്റ്റിൽ കൺസിഡേഴ്സ് ഹിംസെൽഫ് എ ഫ്രണ്ട് ഓഫ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഗാന്ധി പറയുന്നത് ഈ ബ്രിട്ടീഷ് ഇംപീരിയലിസം, സാമ്രാജ്യത്വവും അതുപോലെ കൊളോണിയലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോട് ഗാന്ധിക്ക് എതിർപ്പുണ്ടെങ്കിലും ബ്രിട്ടനിലെ ജനങ്ങളോട് ഗാന്ധി സൗഹാർദ്ദപരമായിട്ട് നിലപാടാണ്, അവരെ സുഹൃത്തുക്കളായിട്ടാണ് ഗാന്ധി കണക്കാക്കുന്നത് എന്നുള്ള കാര്യം അവിടെ സൂചിപ്പിക്കുന്നു. ഹിസ് ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ഈസ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ലവ് വിച്ച് ഇൻക്ലൂഡ്സ് ഹിസ് അഫെക്ഷൻ ഫോർ ബ്രിട്ടൻ. അപ്പോൾ ഗാന്ധി പറയുന്നത് ഗാന്ധിയുടെ അഹിംസ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലവ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ്. യൂണിവേഴ്സൽ എന്ന് പറയുന്നതിനകത്ത് ബ്രിട്ടനും ഉൾപ്പെടും. ബ്രിട്ടനിലെ ജനങ്ങളും ലോകത്തെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സൽ ലവ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിയുടെ അഹിംസ എന്നുള്ള വാദം എന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നു. ഗാന്ധി കൺക്ലൂഡ്സ് ബൈ പ്രേയിങ് ദാറ്റ് ഹിസ് വേർഡ്സ് വിൽ റീച്ച് ദ ഹാർട്ട്സ് ഓഫ് ബ്രിട്ടീഷ് ലീഡേഴ്സ്. ഇനി തന്റെ ഈ വാക്കുകൾ ബ്രിട്ടനിലെ നേതാക്കന്മാരുടെ ചെവികളിൽ എത്തും എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത്. He offers his services to the British government should they find his approach to non-violence useful in advancing peace and humanity. അപ്പോൾ ഗാന്ധി തൻ്റെ ഒരു സേവനം കൂടി ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹിറ്റ്ലർക്കെതിരെ, നാസികൾക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അഹിംസയുടെ മാർഗത്തിൽ സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധി തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഈ ഒരു ആർട്ടിക്കിളിന്റെ കണ്ടക്സ്റ്റ് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ 6 ജൂലൈ 1940. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1940 ജൂലൈ 6-നാണ് ഈ ലേഖനം ഗാന്ധി പ്രസിദ്ധീകരിക്കുന്നത്. പബ്ലിഷ് ഇൻ ദ ഹരിജൻ, എ വീക്ക്ലി ജേർണൽ ഫൗണ്ടഡ് ബൈ ഗാന്ധി. ഗാന്ധി സ്ഥാപിച്ചിട്ടുള്ള ഒരു വീക്ക്ലി ആയ ദ ഹരിജൻ എന്നുള്ള ഒരു ആഴ്ച പതിപ്പിലാണ് അദ്ദേഹം ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. പർപ്പസ്: The article was intended as an appeal to the British people, advocating for non-violence in response to the challenges posed by Nazism. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ നാസികൾക്കെതിരെ, ഹിറ്റ്ലർക്കെതിരെയുള്ള പോരാട്ടത്തിൽ അഹിംസയുടെ മാർഗം സ്വീകരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ജനതയോട് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കണ്ടെക്സ്റ്റ്: It was written during World War II, highlighting Gandhi's philosophy of non-violence and his critique of war as a solution to conflicts. ഇതിന്റെ ബ്രോഡർ കണ്ടക്സ്റ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം, ലോകത്താകമാനം യുദ്ധവും അക്രമവും നടക്കുന്ന ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ അഹിംസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് തീംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം സ്വാഭാവികമായിട്ടും നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ തന്നെയാണ് വരുന്നത്. സെൻട്രൽ തീം ഇൻ ഗാന്ധിസ് ഫിലോസഫി. ഗാന്ധിയുടെ ഫിലോസഫിയുടെ സെൻട്രൽ തീമായിട്ട് വരുന്നത് തന്നെ അഹിംസ എന്ന സങ്കല്പമാണ്. അഡ്വക്കേറ്റ്സ് ഫോർ റിസോൾവിംഗ് കോൺഫ്ലിക്ട് വിത്തൗട്ട് വയലൻസ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് എക്സ്ട്രീം ത്രെറ്റ്സ് ലൈക്ക് നാസിസം. അപ്പോൾ ഗാന്ധി ഇവിടെ ഈ കോൺഫ്ലിക്റ്റിന്, തർക്കത്തിന് പരിഹാരമായിട്ട് അഹിംസയിലൂടെയുള്ള മാർഗമാണ് നിർദ്ദേശിക്കുന്നത്. അത് എത്ര തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, നമുക്കറിയാം ഹിറ്റ്ലർ, നാസിസം എന്നൊക്കെ പറയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ വളരെ ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്തരം തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും അക്രമം ഒരു പരിഹാര മാർഗമല്ല, ഈ അഹിംസയുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് ഗാന്ധി അവിടെ പറയുന്നത്. Non-violence is presented as morally superior to war, which only perpetuates brutality. അപ്പോൾ യുദ്ധത്തിനകത്ത് നമുക്കറിയാം ക്രൂരതകളാണ് നടക്കുന്നത്. അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ട്, ധാർമ്മികമായിട്ട് യുദ്ധത്തിന് മുകളിൽ നിൽക്കുന്നത് ഈ അഹിംസയാണ് എന്നുള്ളൊരു സന്ദേശം ഗാന്ധി ഈ ആർട്ടിക്കിളിലൂടെ പങ്കുവയ്ക്കുന്നു. പിന്നെ വരുന്നത് മോറൽ ആൻഡ് എത്തിക്കൽ ക്രിട്ടിക് ഓഫ് വാർ ആണ്. അതായത് ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, പൊതുവിൽ യുദ്ധം എന്നുള്ളൊരു കാര്യത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് നമുക്ക് ഈ ലേഖനത്തെ കാണാവുന്നതാണ്. ഗാന്ധി സീസ് വാർ ആസ് ഇൻഹെറന്റ്ലി ഡിസ്ട്രക്റ്റീവ് ടു ഹ്യൂമൻ മൊറാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. മനുഷ്യരുടെ ധാർമ്മികതയും അന്തസ്സും നശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഗാന്ധി യുദ്ധത്തെ വിലയിരുത്തുന്നത്. വാർ ബ്ലേഴ്സ് ദ ലൈൻ ബിറ്റ്വീൻ കോമ്പാറ്റൻസ് ആൻഡ് നോൺ കോമ്പാറ്റൻസ്, ലീഡിംഗ് ടു ഇൻഡിസ്ക്രിമിനേറ്റ് വയലൻസ് ആൻഡ് ക്രൂവൽറ്റി. യുദ്ധത്തിന്റെ പ്രധാന പ്രശ്നമായിട്ട് ഗാന്ധി പറയുന്നത് യുദ്ധത്തിൽ സൈനികർ മാത്രമല്ല യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെടുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഗാന്ധി യുദ്ധത്തിന്റെ പ്രധാന വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്.
He argues that no cause, even fighting evil like Nazism, justifies the inhumanity seen in war. അപ്പോൾ ഗാന്ധി പറയുന്നത് എത്ര നീതി ശക്തമായിട്ടുള്ള ഒരു കാരണത്തിന് വേണ്ടിയാണെങ്കിലും, അതായത് ഈ നാസിസത്തിനെതിരെ, ഹിറ്റ്ലർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണെങ്കിൽ കൂടിയും യുദ്ധം എന്നുള്ളത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഗാന്ധി ആവർത്തിച്ചു പറയുന്നു. പിന്നെ ലാസ്റ്റ് വരുന്നത് ട്രൂത്ത് ആൻഡ് ഗോഡ് ആണ്. സത്യവും ദൈവവും എന്നുള്ള സങ്കല്പമാണ്. ഗാന്ധിസ് അപ്പീൽ ഈസ് ബേസ്ഡ് ഓൺ ഹിസ് ലൈഫ് ലോങ് സെർച്ച് ഫോർ ട്രൂത്ത് വിച്ച് ഹി ഇക്വേറ്റ്സ് വിത്ത് ഗോഡ്. ഗാന്ധി അഹിംസയിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷകളുടെ ഭാഗമായിട്ടാണ്. അതായത് സത്യം അന്വേഷിക്കുക എന്നുള്ളതാണ് ഗാന്ധിയുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ അതിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് ഗാന്ധി അഹിംസയെ കാണുന്നത്. ഹി ബിലീവ്സ് നോൺ വയലൻസ് ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ലിവിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ട്രൂത്ത്. അപ്പോൾ സത്യത്തിനനുസരിച്ച് ജീവിക്കുക, ദൈവത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള സങ്കല്പമായിട്ടാണ് ഗാന്ധി അഹിംസയെ കാണുന്നത്. The pursuit of truth underpins his philosophy, driving him to reject war as a false solution to human conflict. അപ്പോൾ ഗാന്ധി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സത്യം എന്നുള്ളതാണ് ഗാന്ധിയുടെ ഫിലോസഫിയുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. ആ സത്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഗാന്ധിയുടെ അഹിംസ എന്നുള്ള സങ്കല്പം. അപ്പോൾ അതിന് ചേരാത്ത ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഗാന്ധി ഈ യുദ്ധത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമത്തെയും എല്ലാം നിരാകരിക്കുകയും അഹിംസയുടെ മാർഗത്തിന് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു നോട്ട്സിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.